ഹായ് മക്കളെ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ്, നിങ്ങൾക്ക് ഏറ്റവും അടിപൊളി സ്കോളർഷിപ്പ് തരാതെ എഡ്യൂപോർട്ടായിരിക്കും. എന്തിന്? നീറ്റ് ജെഇ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക്. സോ നമ്മൾ പല സ്കോളർഷിപ്പുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് +1 മാർക്ക് ബേസ് ചെയ്ത്, +2 മാർക്ക് ബേസ് ചെയ്ത്, ജെഇ മെയിൻ റിസൾട്ട്, നീറ്റ് റിസൾട്ട് വെച്ചും ഇസാറ്റ് വെച്ചും. ആൻഡ് ഈ ഒരു വീഡിയോയിൽ ഇതെല്ലാം കവർ ചെയ്യാം. ഓരോന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിന് മുന്നേ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന നിങ്ങളുടെ റിസൾട്ടാണ് +2 മാർക്ക്. അത് വെച്ചുള്ള സ്കോളർഷിപ്പ് അടക്കം എന്ത് ചെയ്യാൻ പോവാണ്, ഇപ്പം ഞാൻ കവർ ചെയ്യാൻ പോവാണ്. വളരെ കെയർഫുള്ളി എന്ത് ചെയ്യുക, നിങ്ങൾ ലിസൺ ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഏതെങ്കിലും സ്ക്രീനിൽ നിങ്ങൾ പോസ് ചെയ്ത് നോക്കുക. ആൻഡ് കേരളത്തിലെ ഒരു കോച്ചിങ് സെൻറ്ററിനും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് തരാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. ഒന്ന്, ഇത് ഏത് സ്കോളർഷിപ്പ് ആണെങ്കിലും ഓൺലൈനിലും ഓഫ്ലൈനിലും നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണ്. അതേപോലെ തന്നെ എന്താണ്, ഇതിൽ ഏതെങ്കിലും ഒന്നേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ബെസ്റ്റ് ഓഫ് ഓൾ ആണ്. അതായത് ഇതിൽ ഏത്, ഇപ്പം നിങ്ങൾക്ക് എന്താണ് +2 മാർക്ക് വെച്ചിട്ട് 100% കിട്ടുകയാണ്. +1 മാർക്ക് വെച്ച് ഹോസ്റ്റൽ ഫീ ഉണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് +2 മാർക്കിൻ്റെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഏറ്റവും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കുട്ടികൾ ഇപ്പോഴും എന്താണ് ചിൽ മോഡിലാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനം, കുറച്ചും കൂടെ കഴിയട്ടെ, വെക്കേഷനൊക്കെ ആസ്വദിക്കുക. അത് ചെയ്യരുത്. കാരണം നിങ്ങൾക്കറിയാം എന്താണ്, നീറ്റും ജെഇയുടെ ഏകദേശം ലെവലിലേക്ക് പോവാണ്. സോ നേരത്തെ നിങ്ങൾ തുടങ്ങി നേരത്തെ പഠിക്കണം. ഇത് റിപ്പീറ്റേഴ്സിനും കൂടിയാണ് ഞാൻ പറയുന്നത്. അതായത് സാധാരണ റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ചെയ്ത സാധനം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല, ഇത്തവണത്തെ റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യുന്നതിന് തുല്യം തന്നെയാണ്. ഡെപ്തിൽ ക്ലാസ്സസ് എടുക്കണം. സോ നേരത്തെ ജോയിൻ ചെയ്യും. ഇപ്പോൾ എഡ്യൂപോർട്ടിൽ ഓൾമോസ്റ്റ് എന്താണ് 60% ഫില്ലായി. പക്ഷേ ഇപ്പോഴും ഞാൻ ഹൈലൈറ്റ് മാർക്കുകളൊക്കെ കാണുമ്പോൾ എന്താ, കുറേ കുട്ടികൾ ഞാൻ റിസൾട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എത്രയും നേരത്തെ, എന്തായാലും നിങ്ങൾ ഇതിന് ഇറങ്ങിയില്ല മക്കൾ, അപ്പോൾ എത്രയും നേരത്തെ തുടങ്ങണം. എഡ്യൂപോർട്ടിൻ്റെ നെക്സ്റ്റ് ബാച്ച് ജൂൺ 1st വീക്കിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ബാച്ച് കേട്ടോ. ഞങ്ങൾ 2 സെറ്റ് ഓഫ് ബാച്ചസ് ഓൾറെഡി റൺ ചെയ്ത് ചെയ്യുന്നു. ഒന്ന് മെയ് 8 തുടങ്ങിയതും അടുത്തത് മെയ് 20 തുടങ്ങിയതും ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ജൂൺ 1 ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത കാര്യം എന്താ വെച്ചാൽ, വളരെ ക്വിക്കായിട്ട് ജെഇ മെയിൻ റിസൾട്ട് വെച്ചിട്ട് ഇതാണ് നിങ്ങളുടെ സ്കോളർഷിപ്പ്. വളരെ ക്ലിയർ ആണ്. ഇതിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്ന നോക്കാവുന്നതാണ്. 70% എബോവിൽ അടക്കം കുട്ടികൾക്ക് എന്താണ്, നമ്മൾ സ്കോളർഷിപ്പ് തരാൻ റെഡിയാണ്. കാരണം നിങ്ങളെ പല സാഹചര്യത്തിലായിരിക്കും എന്തുണ്ടാവുക, നിങ്ങളെ ജെഇ എഴുതിയിട്ടുണ്ടാവുക. ഒരു നാട്ടും പുറത്തെ ഒരു ട്യൂഷനും പോകാത്ത കുട്ടിയാണ് 70% എന്ന് പറഞ്ഞാൽ നല്ല അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ഇതാണ് ജെഇ മെയിൻസിൻ്റെ എങ്കിൽ +1 മാർക്ക് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഇതായിരുന്നു സ്കോളർഷിപ്പ്. നിങ്ങൾക്ക് ഫുൾ മാർക്ക് PCMലോ PCBലോ, ഫിസിക്സ് കെമിസ്ട്രി മാത്സോ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിലോ ഉണ്ടെങ്കിൽ എന്താണ് 100% നിങ്ങൾക്ക് എന്ത് ചെയ്യും, കോഴ്സ് ഫീ നമ്മൾ തരും. അതേപോലെ തന്നെ 239 മുതൽ 220+ കിട്ടിയാലടക്കം നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. ഇനി അടുത്തത് എന്തായിരുന്നു, നമ്മുടെ ഇസാറ്റ് ആയിരുന്നു. ഇസാറ്റ് എക്സാം ഒക്കെ phase 2 ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള സ്കോളർഷിപ്പ് ഇതാണ് വരുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി നെക്സ്റ്റ് അടുത്ത വരുന്നത് എന്താണ്, നമ്മൾ നീറ്റ് ബേസ് ചെയ്തിട്ടാണ്. ഇത് ബിലാൽ സർ ചെയ്തുകൊണ്ടാണ് ഈ സ്ക്രീനിൽ ഞാൻ ഡയറക്റ്റ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ നീറ്റ് റിസൾട്ട് വന്നിട്ടില്ല, പക്ഷേ നീറ്റ് സ്കോർ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് എടുക്കാവുന്നതാണ്. 450 മാർക്കിൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഫ്രീ ആണ്. അതായത് ഹോസ്റ്റൽ ഒരു പൈസയും നിങ്ങൾ ചിലവാക്കേണ്ട ആവശ്യമില്ല. ഇനി 425 മുതൽ 449 വരെ ആണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ ഫീയും ഫ്രീ ആണ്. ഹോസ്റ്റൽ ഫീ മാത്രമാണ് നിങ്ങളെടുത്ത് നമ്മൾ ചാർജ് ചെയ്യുക. ഇനി 400 മുതലാണെങ്കിൽ നിങ്ങൾക്ക് 75% ഓഫ് ദ കോസ്റ്റ് ഫീ ആയിരിക്കും. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 200 മാർക്കിൻ്റെ മുകളിലാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് 10% ഓഫ് ദ കോസ്റ്റ് ഫീ നമ്മൾ തരാൻ ഞങ്ങൾ തയ്യാറാണ്. റിപ്പീറ്റേഴ്സ് ബാച്ചിന്, റിപ്പീറ്റേഴ്സിൻ്റെ കുട്ടികൾക്കാണ് മെയിൻലി എന്ത് ചെയ്യുക, ഇത് യൂസ്ഫുൾ ആവുക. നിങ്ങളെ പരിചയത്തിൽ ആരെങ്കിലും റിപ്പീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഇനി ലാസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ +2 റിസൾട്ട് വന്നതിന് ശേഷമുള്ളതാണ്. കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. കുറച്ച് സ്ക്രീനിൽ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് ഒന്ന് സൂം ചെയ്തൊക്കെ നോക്കുക. നിങ്ങളെ +1ഉം +2യുടെയും കൂടെ PCM ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കാണെങ്കിൽ 600ൽ 600 ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഫ്രീ ആണ്. അതായത് നീറ്റിന് 450 കൂടുതൽ പോലെ തന്നെ ഫുൾ ഫ്രീ ഇൻക്ലൂഡിങ് ഹോസ്റ്റൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണെന്ത് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതേപോലെ തന്നെ 599 ആണെങ്കിൽ എന്താ 100% ഫ്രീ ആണ്. കോഴ്സ് ഫീ ഉണ്ടാവില്ല, മെറ്റീരിയൽ ഉണ്ടാവില്ല, രജിസ്ട്രേഷൻ ഫീ ഉണ്ടാവില്ല. നിങ്ങളോട് ആലോചിക്കണം, ഒരു മാർക്കിൻ്റെ വില എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ കേട്ടോ, ഹോസ്റ്റൽ ഫീസ് വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, പിന്നെന്താണ് 595 മുതൽ 598 വരെ ആണെങ്കിൽ 100% കോഴ്സ് ഫീ പ്ലസ് രജിസ്ട്രേഷൻ ഫീ ആണ്. ഓക്കെ, സ്റ്റഡി മെറ്റീരിയൽ മാത്രം തന്നാൽ മതി. പിന്നെ അങ്ങോട്ട് താഴോട്ട്
ഏറ്റവും അടിയിൽ ഇത് ഇവിടെ കാണുന്നുണ്ടോ അല്ലേ, 520 മുതൽ 549 മാർക്ക് വരികയാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് 10% സ്കോളർഷിപ്പ് തരാൻ നമ്മൾ തയ്യാറാണ്. 10% സ്കോളർഷിപ്പ് തരാൻ നമ്മൾ തയ്യാറാണ്. നിങ്ങൾ നോക്കുക, 550 മുതൽ 574 വരെയാണ് 15%, 575ൻ്റെയും 585ൻ്റെയും ഇടയിലാണെങ്കിൽ 20%, 586 587 ആണെങ്കിൽ 25%, 588 30, 89 35, 90 ആണെങ്കിൽ 50, 590 ആണെങ്കിൽ അടക്കം 50% നിങ്ങൾക്ക് എന്താണ് സ്കോളർഷിപ്പ് ഉണ്ട്. 91 ആണ്, 60, ഇങ്ങനെ കറക്റ്റ് ഇതിൽ കാണാം. പോസ് ചെയ്യാൻ നോക്കുക, നിങ്ങൾക്ക് എത്ര സ്കോളർഷിപ്പ് കിട്ടും നോക്കുക. എല്ലാ സ്കോളർഷിപ്പിലും ഏറ്റവും ബെസ്റ്റാണ് എന്ത് ചെയ്യുക, നമ്മളിവിടെ ചൂസ് ചെയ്യുക. സോ മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക എന്ന് മാത്രമല്ല, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യണം. എഡ്യൂപോർട്ടൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ എന്ത് ചെയ്തോ, ജോയിൻ ചെയ്തോ, ലേറ്റ് ആക്കരുത്. ഒരു വർഷം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതാണ്, അത് വേസ്റ്റ് ആയി പോരുത്. ഓക്കെ, അപ്പോൾ ബൈ. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം.